ഗെറ്റ് സെറ്റ് ഓട്ടോമാറ്റിക്. 2014 മാരുതി സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി അവരുടെ AGS എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ നിന്നുള്ള ഡ്രൈവിംഗ് ഡൈനാമിസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഡൈനാമിസം ആയതുകൊണ്ടും കുറച്ചും കൂടി എഫേർട്ട്ലെസ് ഡ്രൈവ് ആയതുകൊണ്ടും AGS എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ വളരെ പെട്ടെന്ന് ഇന്ത്യയിൽ പോപ്പുലറായി എന്ന് പറയാം. അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ വാഹനത്തിനകത്തേക്ക് ചില ആളുകൾ വന്ന് കയറുന്ന സമയത്ത് പെട്ടെന്ന് പറയാറുള്ളൊരു കാര്യമാണ്, അതായത് നമ്മുടെ സുഹൃത്തുക്കൾ ഓടിക്കാൻ വരുമ്പോൾ അയ്യോ ഇത് മാനുവലാണല്ലോ എന്ന് പറയാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കിൻ്റെ സുഖം അവർ അനുഭവിച്ച ആളുകളായിരിക്കും എന്നതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ഈ ട്രാഫിക് സിറ്റുവേഷനകത്ത് എപ്പോഴും ഗിയർ ഡൗൺ ചെയ്ത് അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടി ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കിൽ അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ട്രാഫിക്കാണ്, എപ്പോഴും ട്രാഫിക് ബ്ലോക്കുകൾ വരാം, ഇടയ്ക്കിടെ ഗിയർ അപ്പ് ചെയ്യണം, അപ്പോൾ ഇങ്ങനെ ചവിട്ടണം. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കയ്യിനും കാലിനും ഒക്കെ നല്ല വേദന വരും. അങ്ങനെ വേദന വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ദീർഘദൂര യാത്രകളൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട്. ശീലമായ ആളുകളുടെ കേസല്ല പറഞ്ഞാൽ സ്റ്റിൽ ഞാൻ പറയുന്നു ഓട്ടോമാറ്റിക്കിനേക്കാൾ ഉപരി മാനുവൽ അതൊരു എന്തൂസിയാസമായി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുടെ ലൈക്ക് മീ. എന്നിരുന്നു കഴിഞ്ഞാലും മാനുവൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലൊരു സുഖം ഓട്ടോമാറ്റിക്കിനുണ്ട്. ആ ഒരു ലോങ് യാത്രകളിൽ ഇങ്ങനെ ക്ലച്ച് ഔട്ടിയതായി കൈകാല് വേദനയായി നമ്മൾ ടയേർഡാവുന്ന ഒരു വലിയ പ്രശ്നം ഇതിൽ നിന്ന് ഒഴിവായി കിട്ടുമെന്നുള്ളതും ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകതയാണ്. ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യം പറയുന്ന സമയത്ത് പല ആളുകളും റോങ് ആയി ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആണെന്ന് എനിക്കിപ്പോഴും തോന്നാറുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കിന് മൈലേജ് കുറവല്ലേ എന്നൊരു ചോദ്യം വരാറുണ്ട്. മാരുതിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പുതിയ വാഹനങ്ങളൊക്കെ ഇറക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് സെലേരിയോ സ്വിഫ്റ്റൊക്കെ വന്ന സമയത്ത് അതിനകത്ത് AGS കൂടി പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, മാനുവലിനേക്കാളും ഫ്യൂവൽ എഫിഷ്യൻസി കൂടുതൽ ഒരു പക്ഷേ ഓട്ടോമാറ്റിക്കിൽ ഉണ്ടാവാറുണ്ട് എന്നാണ് ഫിഗർ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കൂടുതൽ കാണിക്കുന്നത് എപ്പോഴും AGSനാണ് എന്നുള്ളതാണ്. AGS എന്ന് പറയുന്ന സമയത്ത് തെറ്റിദ്ധരിക്കേണ്ട ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് ആണ് മാരുതിയിൽ വരുന്നത് ഗിയറിൻ്റെ കാര്യത്തിൽ. ഒന്ന് AGSും ഒന്ന് AT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി പ്ലസ് മൈനസ് ചെയ്ത് ഗിയർ അല്ലെങ്കിൽ പാഡിൽ ഷിഫ്റ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. AGSലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഗിയർ ഉപയോഗിച്ച് പ്ലസ് ആൻഡ് മൈനസ് ചെയ്യാം. ബ്രസ പോലെയുള്ള വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പാഡിൽ ഷിഫ്റ്റേഴ്സും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പെർഫോമൻസ് വൈസ് ഒരു കാര്യം കൂടി ഇതിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പെർഫോമൻസും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു മോശം പെർഫോമൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് കിക്കപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകൾക്ക് പറ്റുന്നുണ്ട്. മാരുതിയുടെ പല വീഡിയോകളും നമ്മൾ ചെയ്ത സമയത്ത്, അതായത് പലതും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ടയേർഡ് ആവില്ല, അതേപോലെ തന്നെ നല്ല മൈലേജ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ ഈ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾ ആസ്വദിക്കുന്ന മറ്റൊരു കാര്യമാണ് കംഫർട്ട്. അതായത് എത്ര ദൂരം യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടയേർഡ് ആവാത്തതിനോടൊപ്പം തന്നെ വാഹനത്തിനകത്ത് ഗിയർ മാറുന്ന സമയത്തുണ്ടാകുന്ന, അതായത് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരാൾ ഗിയർ മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് എത്ര ദൂരവും നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ശരിക്കും ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജാണ്. ആ ഒരു കംഫർട്ടിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ കൂടെ സംസാരിക്കേണ്ട ഒരു ഫീച്ചറാണ്, അതായത് മാരുതി സുസുക്കി AGSനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൊരു ഫീച്ചറാണ് ക്രീപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്രീപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ട്രാഫിക്, അതായത് നമ്മൾ ട്രാഫിക്കിനിടയിൽ വണ്ടി നിർത്തുകയാണ്, ആ സമയത്ത് മുമ്പിലത്തെ വാഹനം കുറച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ പ്രസ് ചെയ്യാതെ തന്നെ വാഹനത്തെ പതുക്കെ മുന്നോട്ട് നീക്കാം. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ വളരെ പതുക്കെ വാഹനം മുന്നോട്ട് നീങ്ങുകയും ആവശ്യമുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഔട്ടി നിർത്താനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കാലെടുത്ത് ആക്സിലറേഷനിലേക്ക് കൊണ്ടുപോയി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിയെ മൂവ് ചെയ്ത് വീണ്ടും നിന്ന് കാലെടുത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. കുറച്ചുകൂടി കംഫർട്ടായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ഡ്രൈവ് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ച് ഒരു ബ്ലോക്കിലൊക്കെ മാനേജ് ചെയ്യാൻ നമുക്ക് AGS വഴി സാധിക്കും. അതിന് സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ക്രീപ്പ് ഫംഗ്ഷൻ. അത് എല്ലാ AGS വാഹനത്തിനകത്തും മാരുതി സുസുക്കി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ഫീച്ചറാണ് കിക്ക് ഡൗൺ ഫീച്ചർ. ഈ കിക്ക് ഡൗൺ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു നല്ല ഹൈവേയിലൂടെ ഇങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് സ്ലോവിലി പോകുന്ന ഒരു വാഹനം നമ്മളെ മുമ്പിൽ കുറച്ച് നേരമായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ആക്സിലറേഷൻ വളരെ ഹാർഡായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ വാഹനത്തെ നമുക്ക് ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ്. അതായത് വളരെ പെട്ടെന്ന് ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഫീച്ചറാണ് കിക്ക് ഡൗൺ ഫീച്ചർ. സംഭവത്തിലേ ഉള്ളൂ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് അതൊരു ചെറിയൊരു റോക്കറ്റ് എഫക്റ്റ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആക്സലറേഷൻ കൊടുക്കുക. ആ സമയത്ത് വളരെ പെട്ടെന്ന് വാഹനം ബൂസ്റ്റായിട്ട് പോവുകയും ചെയ്യും എന്നതാണ്. അപ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനുകളിൽ, കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ട സിറ്റുവേഷനുകളിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ടോർക്ക് കൂട്ടി
വാഹനത്തെ വളരെ പെട്ടെന്ന് മൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന സിസ്റ്റമാണ് ചെയ്യുന്നത്. അതും AGSനകത്ത് വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ്. AGSനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലച്ച് എൻഗേജ് ചെയ്യണം, ഗിയർ മാറ്റണം. ഈ രണ്ട് കാര്യങ്ങളും ഈ വാഹനത്തിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു അൽഗോരിതമാണ് ഇൻ്റലിജൻ്റ് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. സ്വയം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഏത് സമയത്താണ് ഗിയർ മാറേണ്ടത്, ആ സമയത്ത് ഗിയർ മാറാൻ അതിനു മുമ്പ് ക്ലച്ച് അപ്ലൈ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സിസ്റ്റമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ശരിക്കും ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ആക്ച്വേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് AGS വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. പുതിയ ബ്രസയിലെ ഓട്ടോമാറ്റിക് വന്ന സമയത്ത് നമ്മൾ സംസാരിച്ചിരുന്നു ഇതിനകത്തൊരു പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ള. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് മാനുവലി ഗിയർ അപ്പ് ചെയ്യാം എന്നുള്ളത്. അതായത് പക്ക ഒരു ഓട്ടോമാറ്റിക്കലി പോകുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പ്ലസ് ആൻഡ് മൈനസ് ചെയ്തിട്ട് നമുക്കൊരു മാനുവൽ ഫീലോട് കൂടി ഓടിക്കാം. ആ ഒരു സമയത്ത് ശരിക്കും ക്ലച്ച് അമർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു പ്ലസ് ആൻഡ് മൈനസ് ഗിയർ സിസ്റ്റത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഡ്രൈവിംഗ് പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്ന സിസ്റ്റമാണ് ശരിക്കും പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രസയിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടും കുറച്ചും കൂടി എന്തൂസിയാസ്റ്റിക് ആയിട്ടും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പ്ലസ് ആൻഡ് മൈനസ് ചെയ്തിട്ട് ശരിക്കും ഒരു പെർഫോമൻസ് കാർ അല്ലേ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് നമ്മളുടെ ബ്രസയെയും ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ ഒരുപാട് മാരുതി വാഹനത്തിൽ അത് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന മറ്റൊരു കിടിലൻ ഫീച്ചറാണ് ഹിൽ ഹോൾഡ്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഹിൽ ഹോൾഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട് കമൻറ്റ് ബോക്സിൽ. അതും AGSൻ്റെ കൂടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഓട്ടോമാറ്റിക് വാഹനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഹിൽ ഹോൾഡ് സിസ്റ്റം കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കയറ്റിൽ നിന്ന് താഴേക്ക് പോവാതെ നമ്മളുടെ വാഹനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബേസിക്കലി ഹിൽ ഹോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് സമയത്തോളം നമ്മുടെ വാഹനത്തെ ഹില്ലിൽ ഹോൾഡ് ചെയ്ത് നിർത്തും എന്നുള്ളതാണ്. താഴേക്ക് പോവാതെയും താഴേക്ക് ഇറങ്ങാതെയും, അതായത് ബ്രേക്കൊന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും 3 സെക്കൻഡ് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് റിവേഴ്സ് പോകും. അതിന് മുമ്പ് നമ്മൾ ഡിസിഷൻ എടുത്തോളണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2014 മാരുതി സുസുക്കി ആരംഭിച്ച ഒരു ഗെയിം ചേഞ്ചിങ് മെത്തേഡാണ് AGS എന്ന് വേണമെങ്കിൽ പറയാം. ഹാസിൽ ഫ്രീ ഡ്രൈവാണ്, ടയേർഡ് ആവില്ല, കിക്ക് ഡൗൺ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല പെർഫോമൻസിൽ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രത്യേകതകൾ, അതുപോലെ തന്നെ ക്രീപ്പ് ഫംഗ്ഷൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെയാണ്. നമുക്കതിൻ്റെ ഇടയിലൂടെ ഒരു മാനുവൽ ഡ്രൈവ് എന്തൂസിയാസം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്ക് മാറ്റി പ്ലസ് ആൻഡ് മൈനസ് ചെയ്ത് ഓടിക്കാൻ പറ്റും. അപ്പോഴും നമുക്ക് ക്ലച്ച് എൻഗേജ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. അതുകൊണ്ട് കാൽവേദന അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ആ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്ച്വേറ്റർ എന്ന് പറയുന്ന ഡിവൈസാണ്. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അൽഗോരിതമാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം മാരുതി അവരുടെ ഏറ്റവും പുതിയ ക്യാമ്പയിനാണ് ഗെറ്റ് സെറ്റ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. ആ സമയത്തേക്ക് നമുക്ക് ഒരുപാട് ഓഫറുകളൊക്കെ വരുന്നുണ്ട്. അൾട്ടോക്ക് 72,000, എക്സ്പ്രസോക്ക് 72,000, സ്വിഫ്റ്റിന് 47,000, സെലോരിയയ്ക്ക് 72,000, വാഗനറിന് 72,000. അതായത് സ്വിഫ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും AGS ഉള്ളതിനൊക്കെ നമുക്ക് 72,000 വെച്ച് ഓഫർ ഉണ്ട് എന്നുള്ളതാണ്. ബ്രസക്ക് ഓഫർ ഒന്നും കൊടുത്തില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓഫർ കൂടി മാരുതിയിൽ അവൈലബിൾ ആണ് എന്നുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ ആർക്കെങ്കിലും മാനുവൽ ട്രാൻസ്മിഷൻ ഓടിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എപ്പോഴും ഗിയർ മാറ്റാൻ വയ്യ, ക്ലച്ച് ഇങ്ങനെ എൻഗേജ് ചെയ്തുകൊണ്ട് വയ്യ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിഗ്നലുകളുണ്ട്, ഒരുപാട് ട്രാഫിക് ഉണ്ട്, അതുപോലെ റോട്ടിൽ തന്നെ ഗട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഗിയർ ഡൗൺ ചെയ്യണം, മുമ്പത്തെ ആൾ പണി തന്നു കഴിഞ്ഞാൽ പോലും ഇത് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് AGS എന്ന് പറയുന്ന സിസ്റ്റം. അതായത് ക്ലച്ച് എൻഗേജ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ആക്ച്വേറ്റർ ചെയ്യും. ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ചേഞ്ചിങ്ങും ഓട്ടോമാറ്റിക്കായിട്ട് ആക്ച്വേറ്റേഴ്സ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു AGS വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം അല്ലെങ്കിൽ അത് എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള മാരുതി സുസുക്കി അറീന ഷോറൂമുകൾ വിസിറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഈ ഓഫറുകളും അതുപോലെ തന്നെ ഈ വാഹനങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.